നമസ്കാരം. എയുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിസ്വാൻ. നമ്മുടെയൊക്കെ ആരോഗ്യ സുരക്ഷയ്ക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്, അല്ലേ? COVID-19 എന്ന വൈറസ് നമുക്കിടയിൽ പിടിമുറുക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും ഒക്കെ നിർദ്ദേശിക്കുന്ന എല്ലാ മുൻകരുതലുകളും നമ്മൾ കൈക്കൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ സ്വയരക്ഷയ്ക്കും സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗണിനോട് പൂർണ്ണമായും സഹകരിക്കുക. സ്റ്റേ അറ്റ് ഹോം. ഇതും നമ്മൾ അതിജീവിക്കും. എയുടെ ചാനലിലെ ഈ വീഡിയോയും സുരക്ഷയെക്കുറിച്ചിട്ടാണ്. വാഹന സുരക്ഷ. ഓട്ടോമൊബൈൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ കുറച്ച് പിന്നോട്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റിനും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാം എന്ന് കാണിച്ചു തരികയായിരുന്നു ടാറ്റയും മഹീന്ദ്രയും ഒക്കെ. പറഞ്ഞു വരുന്നത് ഇവരുടെ വാഹനങ്ങൾ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ നടത്തിയ മികച്ച പ്രകടനത്തെക്കുറിച്ചിട്ടാണ്. ഒരു കാർ എത്രത്തോളം സേഫ് ആണ് എന്നതിൻ്റെ ഒരു അളവുകോൽ കൂടിയാണ് ഈ ക്രാഷ് ടെസ്റ്റുകൾ. ഇന്നിപ്പോൾ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ അവരുടെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗുകൾ. എന്താണ് ഈ ഗ്ലോബൽ എൻക്യാപ്? എൻക്യാപ് എന്ന് പറഞ്ഞാൽ ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ഒരു കാർ എത്രത്തോളം ക്രാഷ് വർത്തി അല്ലെങ്കിൽ എത്രത്തോളം സേഫ് ആണ് എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ 1978 US എൻക്യാപ് റേറ്റിംഗ് എന്ന പേരിൽ US-ലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി പിന്നീട് ഗ്ലോബൽ എൻക്യാപ്, യൂറോ എൻക്യാപ്, ലാറ്റിൻ എൻക്യാപ്, കൊറിയൻ എൻക്യാപ്, ചൈന എൻക്യാപ് എന്നീ പ്രോഗ്രാമുകളും വരികയുണ്ടായി. ഇതിൽ ഗ്ലോബൽ എൻക്യാപ് എന്ന് പറയുന്നത് 2011 UK-യിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഫേമാണ്. ഇവിടെയാണ് സേഫർ കാർസ് ഫോർ ഇന്ത്യ എന്ന ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റിന് വിധേയമാകുന്നത്. മാസ് മാർക്കറ്റ് മോഡലുകളാണ് കൂടുതലായും ക്രാഷ് ടെസ്റ്റിന് വിധേയമാകാറ്. ഇനി എങ്ങനെയാണ് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാ എൻക്യാപ്പുകൾക്കും ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിനും സ്കോർ നൽകുന്നതിനും അവരുടേതായിട്ടുള്ള പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ രീതികളുണ്ട്. യൂറോ എൻക്യാപ്പിനെ അപേക്ഷിച്ച് കുറെ കൂടി സിമ്പിളായിട്ടുള്ള ടെസ്റ്റിംഗ് രീതികളാണ് ഗ്ലോബൽ എൻക്യാപ്പിലുള്ളത്. ഫ്രണ്ട് ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗ്ലോബൽ എൻക്യാപ് നടത്തുന്നത്. അതായത് രണ്ട് കാറുകൾ തമ്മിലുള്ള ഹെഡ് ഓൺ കൊളിഷൻ അഥവാ നേർക്ക് നേർ ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഘാതത്തെ അനുകരിക്കുകയാണ് ഇവിടെ. ടെസ്റ്റിന് വിധേയമാകുന്ന കാർ 64 km/h സ്പീഡിൽ വന്ന് ഒരു ബാരിയറിലേക്ക് ഇടിക്കുന്നു. 50 km/h സ്പീഡിൽ ഓടുന്ന ഒരേ വെയിറ്റുള്ള രണ്ട് കാറുകൾ 40% ഓവർലാപ്പിൽ നേർക്കുനേർ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിന് തുല്യമാണിത്. ഇനി റേറ്റിംഗിലേക്ക് കടക്കുകയാണെങ്കിൽ ക്രാഷ് ടെസ്റ്റ് നടത്തി അഡൾട്ട് ഒക്കുപ്പൻ്റ് പ്രൊട്ടക്ഷൻ, ചൈൽഡ് ഒക്കുപ്പൻ്റ് പ്രൊട്ടക്ഷൻ എന്നീ രണ്ട് കാറ്റഗറിയിലുള്ള സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 5 സ്റ്റാർ സ്കെയിലിലാണ് റേറ്റിംഗ് നൽകുക. ഉയർന്ന റേറ്റിംഗ് ലഭിക്കുന്ന കാറുകൾ കൂടുതൽ സേഫർ എന്ന് അർത്ഥം. രണ്ട് കാറ്റഗറിയിലുള്ള ടെസ്റ്റുകളുടെയും ഭാഗമായി ഹ്യൂമൻ ഡമ്മീസ് കാറിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഡമ്മികളിൽ നിന്ന് ലഭിക്കുന്ന റീഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോറിംഗ് നൽകുക. അഡൾട്ട് ഒക്കുപ്പൻ്റ് പ്രൊട്ടക്ഷൻ 17 പോയിന്റ് സ്കെയിലിലാണ് സ്കോർ നൽകുക. ഡ്രൈവറിൻ്റെ തല തൊട്ട് കാൽ വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഇഞ്ചുറി റീഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നൽകുക. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, 4 ചാനൽ ABS, ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ എന്നിവ ടെസ്റ്റിന് വിധേയമാവുന്ന കാറുകളിൽ ഉണ്ടെങ്കിൽ അഡീഷണൽ പോയിന്റ്സ് ലഭിക്കും. ചൈൽഡ് ഒക്കുപ്പൻ്റ് പ്രൊട്ടക്ഷൻ 49 പോയിന്റ് സ്കെയിലിലാണ് സ്കോർ നൽകുക. 18 മാസവും 3 വയസ്സും പ്രായമുള്ള കുട്ടികളുടെ ഡമ്മികൾ ചൈൽഡ് സീറ്റിൽ വെച്ചിട്ടാണ് റീഡിങ്സ് എടുക്കുക. ചൈൽഡ് റീസ്ട്രെയിൻ സിസ്റ്റം മാർക്കിങ്സ്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഐസോഫിക്സ് മൗണ്ട്സ് എന്നിവ ഉണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽ അഡീഷണൽ പോയിന്റ്സ് ലഭിക്കും. ഇതിൻ്റെയൊക്കെ ടോട്ടൽ സ്കോറിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ലഭിക്കുക. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗിൽ 1 സ്റ്റാറെങ്കിലും ലഭിക്കണമെങ്കിൽ ഡ്രൈവർ സൈഡ് എയർ ബാഗ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ടാറ്റയുടെ സെസ്റ്റ് എന്ന മോഡലിൻ്റെയും ഫോക്സ്വാഗൻ്റെ പോളോയുടെയും നോൺ എയർ ബാഗ് വെർഷന് 0 ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ലഭിച്ചത്. പിന്നീട് ഇവയുടെ എയർ ബാഗ് ഉള്ള വെർഷനുകൾക്ക് 4 സ്റ്റാർസും ലഭിക്കുകയുണ്ടായി. സോ എയർ ബാഗ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിന് വിധേയമായിട്ടുണ്ടെന്നും അവയുടെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗും നോക്കാം. ഏറ്റവും സേഫസ്റ്റ് ഇന്ത്യൻ കാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ടാറ്റ നെക്സോൺ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി.
മഹീന്ദ്ര XUV 300 ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച ഇന്ത്യൻ നിർമ്മിത വാഹനം. അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 5 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും നേടി ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ സേഫർ ചോയ്സ് അവാർഡും മഹീന്ദ്ര XUV 300 സ്വന്തമാക്കിയിരുന്നു. മഹീന്ദ്ര മറാസോ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളും നേടി ഇംപ്രസീവായിട്ടുള്ള റിസൾട്ട് നേടിയ മറ്റൊരു മഹീന്ദ്ര പ്രോഡക്റ്റ്. ടാറ്റ നെക്സോൺ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 5 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും നേടി ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാഹനമാണ് നെക്സോൺ. ടാറ്റയ്ക്കും അതിലുപരി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും ഒരുപോലെ അഭിമാനകരമായ നേട്ടം കൂടിയായിരുന്നു അത്. ടാറ്റ ഓൾട്രോസ് ടാറ്റയുടെ പോർട്ട്ഫോളിയോയിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടുന്ന രണ്ടാമത്തെ മോഡലാണ് ആൾട്രോസ്. അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 5 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളുമാണ് ആൾട്രോസിൻ്റെ നേട്ടം. ടാറ്റ ടിയാഗോ ഓർട്ടിഗോർ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് അല്ലെങ്കിൽ സെഡാൻ വിഭാഗത്തിലെ ഏറ്റവും സേഫർ ചോയ്സുകളാണ് ഇവ. ടാറ്റ സെസ്റ്റ് അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളുമാണ് സെസ്റ്റിൻ്റെ നേട്ടം. ടൊയോട്ട എത്തിയോസ് അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളും നേടി വളരെ ഇംപ്രസീവായിട്ടുള്ള ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് നേടിയ വാഹനമാണ് എത്തിയോസ്. ഫോക്സ്വാഗൻ പോളോ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളുമാണ് ജർമ്മൻ വാഹനമായ പോളോയുടെ നേട്ടം. ഫോർഡ് ആസ്പെയർ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളുമാണ് ആസ്പെയറിൻ്റെ നേട്ടം. ഫോർഡിൻ്റെ കാറുകളിൽ പ്രതീക്ഷ ആ ഒരു നേട്ടം കൈവരിക്കുവാൻ ആസ്പെയറിന് കഴിഞ്ഞില്ല. ഹോണ്ട മൊബീലിയോ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളുമാണ് മൊബീലിയോയുടെ നേട്ടം. റെനോ ഡസ്റ്റർ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളുമാണ് ഡസ്റ്ററിന് നേടുവാൻ കഴിഞ്ഞത്. റെനോ ക്വിഡ് അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും 1 സ്റ്റാർ മാത്രമാണ് ക്വിഡിന് നേടാൻ സാധിച്ചത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ വീക്കാണെന്നർത്ഥം. അതുമാത്രമല്ല 4 തവണ ക്രാഷ് ടെസ്റ്റിന് വിധേയമായ വാഹനം കൂടിയാണ് ക്വിഡ്. മാരുതി സുസുക്കി വിറ്റാര ബ്രസ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറുകളും എന്ന മികച്ച നേട്ടമാണ് ബ്രസ നേടിയത്. മാരുതി സുസുക്കിയുടെ ക്രാഷ് ടെസ്റ്റിന് വിധേയമായ കാറുകളിൽ ഏറ്റവും അധികം സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനം കൂടിയാണ് ബ്രസ. മാരുതി സുസുക്കി എർട്ടിഗ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 3 സ്റ്റാറുകളുമാണ് എർട്ടിഗയുടെ നേട്ടം. മാരുതി സുസുക്കി സ്വിഫ്റ്റ് അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും 2 സ്റ്റാറുകൾ മാത്രമാണ് സ്വിഫ്റ്റിന് നേടുവാൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നാണ് സ്വിഫ്റ്റ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാരുതി സുസുക്കി വാഗണാർ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും 2 സ്റ്റാറുകൾ വീതമാണ് വാഗണാറിന് നേടുവാൻ കഴിഞ്ഞത്. ഹ്യുണ്ടൈ സാൻട്രോ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിലും 2 സ്റ്റാറുകൾ വീതം മാത്രമാണ് സാൻട്രോയ്ക്ക് നേടുവാൻ കഴിഞ്ഞത്. അവസാനത്തേത് ഡാറ്റ്സൺ റെഡിഗോ അഡൽട്ട് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 1 സ്റ്റാറും ചൈൽഡ് ഓക്കുപന്റ് പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാറും മാത്രമാണ് റെഡിഗോയ്ക്ക് നേടുവാൻ കഴിഞ്ഞത്. പല ജനകീയ മോഡലുകൾക്കും ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ വേണ്ടത്ര സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചില്ല എന്നത് വ്യക്തമാണ്. വേണ്ടത്ര സേഫ്റ്റി റേറ്റിംഗ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മോഡലുകളൊക്കെ വിൽക്കുവാൻ ഗവൺമെൻറ് അനുമതി നൽകുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നു. അതിനുള്ള ഉത്തരം ഇന്ത്യൻ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഈ മോഡലുകൾ നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഗ്ലോബൽ എൻക്യാപ്പ് എന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ഫേമാണ്. അവരുടെ ക്രാഷ് ടെസ്റ്റ് രീതികൾ ഇന്ത്യൻ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതിനേക്കാൾ ടഫുമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് സേഫ്റ്റി നോംസ് പ്രകാരം ഒരു കാർ വിൽക്കുവാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ്സെറ്റ് ക്രാഷും സൈഡ് ഇമ്പാക്റ്റ് റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് ഫ്രണ്ട് ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് 54 km/h സ്പീഡിലാണ്. എന്നാൽ ഗ്ലോബൽ എൻക്യാപ്പ് ആകട്ടെ ഇത് ചെയ്യുന്നത് 64 km/h സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ വിൽക്കാൻ യോഗ്യത നേടിയ കാറുകളും ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ മോശം പ്രകടനം കാഴ്ചവെച്ചേക്കാം. അതുമാത്രമല്ല, എൻക്യാപ്സ് കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ അവരുടെ പ്രോട്ടോകോൾസിൽ മാറ്റം വരുത്തി കൂടുതൽ കർശനമായ ടെസ്റ്റുകളും ഉൾപ്പെടുത്താറുണ്ട്. സോ ഏതെങ്കിലും ഒരു വാഹന നിർമ്മാതാവിനെ
സേഫ്റ്റി പോരാ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഈ കാര്യത്തിൽ ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് വന്നിട്ടുള്ള ബ്രാൻഡാണ് മാരുതി സുസുക്കി. അതുകൊണ്ട് തന്നെ ആവണം ഇനി തങ്ങളുടെ കാറുകൾ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിന് അയക്കില്ല എന്ന തീരുമാനത്തിലേക്ക് മാരുതി സുസുക്കിയെ നയിച്ചത്. അവരുടെ ഭാഗവും ന്യായമാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ സേഫ്റ്റി കണ്ടീഷൻസും പാലിച്ചുകൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കിയും വാഹനങ്ങൾ ഇറക്കുന്നത്. പപ്പടം, ടിൻ ക്യാൻ എന്നീ പ്രയോഗങ്ങൾ മാരുതി സുസുക്കി ബ്രാൻഡിന്മേൽ ചാർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ടാറ്റയുടെയും മഹീന്ദ്രയുടെയും കാറുകളിൽ കിട്ടാത്ത പല കാര്യങ്ങളും മാരുതി സുസുക്കി കാറുകളിൽ ലഭിക്കുകയും മാരുതി സുസുക്കിയുടെ കാറുകളിൽ ലഭിക്കാത്ത പല കാര്യങ്ങൾ ടാറ്റയുടെയും മഹീന്ദ്രയുടെ കാറുകളിൽ ലഭിക്കുകയും ചെയ്യുന്നു. മാറേണ്ടത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്. ഒരു മോശം പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലും വാഴില്ല. സോ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ ആവശ്യങ്ങളും പ്രിഫറൻസസും അറിഞ്ഞ് വാഹനം വാങ്ങുക. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായോ പേഴ്സണൽ മെസ്സേജായോ അറിയിക്കുക. വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.